കോഴിക്കോട് നാദാപുരത്ത് ഒരേ വാർഡിൽ LDFന് 2 സ്ഥാനാർത്ഥികൾ. നാദാപുരം 1-ാം വാർഡിലാണ് CPIയും CPIയും മത്സരിക്കുന്നത്. 2 സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇതെന്താണ് ഇങ്ങനെ 2 പേർ ഒരേ മുന്നിൽ നിന്ന് വരാൻ കാരണം? സ്ഥാനാർത്ഥികളായി ഇതിൽ നേരെ തർക്കമുണ്ടായിരുന്നോ? എന്താണ് വിശദാംശങ്ങൾ? നാദാപുരം പഞ്ചായത്തിലെ ഇയ്യങ്കോട് വാർഡിൽ നിന്നാണ് LDFന് 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. CPIM സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ CPI സ്ഥാനാർത്ഥിയും ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നു. 2 പേരുടെയും നാമനിർദ്ദേശ പത്രിക നൽകുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില വിഷയങ്ങളുണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്കൊടുവിലൊന്നും മാറി നിൽക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. മുന്നണിയുടെ ധാരണ പ്രകാരം ഇത് CPIക്ക് നൽകിയ സീറ്റാണ്. അവിടെ ദിനേശനെ സ്ഥാനാർത്ഥിയായി CPI പ്രഖ്യാപിക്കുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. എന്നാൽ അവിടെ CPIക്ക് വോട്ടില്ല. അവിടെ ഉള്ളത് പരമാവധി വോട്ടുകളൊക്കെ തന്നെ CPIMനാണ് എന്നും അതിനാൽ തന്നെ CPIMന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടത് എന്നുള്ള നിലപാടുമായി വാർഡ് കമ്മിറ്റി രംഗത്ത് വരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി ചർച്ച നടത്തിയെങ്കിലും CPIക്ക് നൽകിയ സീറ്റ് തിരിച്ചെടുക്കാനാകില്ല, CPI തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാട് നേതൃത്വം സ്വീകരിച്ചു. പിന്നീടാണ് അവിടെ വാർഡ് കമ്മിറ്റി ചേരുകയും പിന്നീട് CPIMന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഒതയത്ത് വിജയനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനൊടുവിൽ ഈ 2 കൂട്ടരും ഇപ്പോൾ പ്രചാരണമായി എത്തുന്നു. മാത്രമല്ല 2 പേരും ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നണിക്കകത്തെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. ആരും പിന്മാറാൻ തയ്യാറല്ല, പത്രിക പിൻവലിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ദിനേശനും വിജയനും മുന്നോട്ട് പോകുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.